ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്തിനെങ്കിലും കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സൈഡിലായി ഇവിടെ ഒരു വശത്ത് നമ്മൾ അതിൻ്റെ സ്ക്രീനെല്ലാം കൊടുത്ത് അതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായി റെക്കോർഡ് ചെയ്ത് ഇത് നമ്മൾ ഇവിടെ കാണിക്കാറുണ്ട്. അപ്പോൾ എപ്രകാരമാണ് നമ്മൾ ഇത് മൊബൈൽ ഫോണിൽ ഇങ്ങനെ കറക്റ്റായി സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാം ചെയ്ത് ഇത്തരത്തിൽ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി നിങ്ങൾക്ക് ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ക്രീൻ റെക്കോർഡർ എന്ന് സെർച്ച് ചെയ്യാം. ഇപ്രകാരം സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായി ഇവിടെ ഈ 3 വന്നിരിക്കുന്നത് സ്പോൺസേഡ് എല്ലാമാണ്. അതിനാൽ തന്നെ നമ്മൾ അവിടെ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം റേറ്റിംഗ് എല്ലാമുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം നോക്കി നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിന് 4.4 റേറ്റിംഗ്, അതുപോലെ ഇവിടെ 5 crore മെമ്പേഴ്സ് എല്ലാം ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്രകാരം ഒരു സ്ക്രീൻ എല്ലാം വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് അലോ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അലോ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് വന്നത്, ഇത് നമുക്ക് എനേബിൾ ചെയ്യാം. അതിനുശേഷം ഇത് ബാക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് എല്ലാം ലഭിക്കും. ഇതിൽ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് ഇതിനുള്ള ആക്സസ് എല്ലാം നൽകുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ സെറ്റിംഗ്സ് എന്നതിൽ പോകുമ്പോൾ നമുക്കിവിടെ വീഡിയോ കോൺഫിഗറേഷൻ, അതായത് നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ എല്ലാം ഫുൾ HD റെക്കോർഡ് ആവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് റെസൊല്യൂഷൻ എല്ലാം ആണ് വേണ്ടത്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, അതായത് അത്യാവശ്യം പെർഫോമൻസ് എല്ലാമുള്ള ഒരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫുൾ HD തന്നെ റെക്കോർഡ് ചെയ്യുകയെല്ലാം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ 720p HD ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ വീഡിയോ ക്വാളിറ്റി എന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓട്ടോ റെക്കമെൻഡഡ്, നമുക്ക് ഇവിടെയും ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലെല്ലാം വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഹയർ MPPS എല്ലാം സെലക്ട് ചെയ്യാം. ഉദാഹരണമായി 16 MPPS എല്ലാം. അപ്പോൾ അതിൻ്റെ ഫയൽ സൈസ് എല്ലാം വളരെ വലുതായിരിക്കും. അത്രത്തോളം നമുക്ക് ആവശ്യമാണെങ്കിൽ, അതുപോലെ നമ്മുടെ ഫോണും അതിനുമായി സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്രകാരം നമുക്ക് വേണ്ട ഈ MPPS എല്ലാം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ റെക്കമെൻഡഡ് എന്ന് യൂസ് ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്യാം. ഇനി ഇവിടെ ഫ്രെയിം റേറ്റ് ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് വരുന്നുണ്ട്. ഇവിടെ ഈ ഫ്രെയിം റേറ്റ് നമുക്ക് ഇവിടെ 15 മുതൽ 60 വരെയെല്ലാം ഫ്രീ ആയി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ 90, 120, 144 FPS എല്ലാം ഇവിടെ പ്രോ ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് 25 അല്ലെങ്കിൽ 30 FPS എല്ലാമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓറിയൻറ്റേഷൻ എന്നതിൽ പോവുകയാണെങ്കിൽ ഇത് എപ്രകാരമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ലാൻഡ്സ്കേപ്പ് മോഡിൽ റെക്കോർഡ് ചെയ്യണോ, പോർട്രേറ്റ് ആയി യൂസ് ചെയ്യണോ, അത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇത് സെലക്ട് ചെയ്യാം. ഇവിടെയും ഞാൻ ഓട്ടോ എന്നതിലാണ് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ എപ്രകാരമാണോ റെക്കോർഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ഇത് ഡിറ്റക്ട് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ ഓഡിയോ സോഴ്സ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓഡിയോ സോഴ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മൈക്രോഫോൺ വേണമെങ്കിൽ ഇപ്രകാരം മൈക്രോഫോൺ എല്ലാം സെലക്ട് ചെയ്യാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ, അതായത് മൈക്രോഫോൺ ഓൺ വേണ്ട എങ്കിൽ ഇത് മ്യൂട്ട് എന്നതിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ സൗണ്ട് കൂടി ഇതിലേക്ക് റെക്കോർഡാകും. ഇതിനു ശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഇതുപോലെ ലഭിക്കുന്നുണ്ട്. അതായത് നമുക്കിത് ഔട്ട്പുട്ട് ഡയറക്ടറി, എവിടേക്കാണ് ഇത് സേവ് ആവേണ്ടത്, ഫോണിൻ്റെ എവിടേക്കാണ് റെക്കോർഡ് ആവേണ്ടത്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് നമുക്ക് യൂസ് ചെയ്ത് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ റെക്കോർഡ് ഓപ്ഷനിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അലോ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കറക്റ്റായി നമ്മൾ അലോ ചെയ്തതിന് ശേഷം
ഇപ്പോൾ സ്റ്റാർട്ട് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡിംഗ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്കിവിടെ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോയാൽ നിങ്ങൾക്ക് ബ്രഷ് ടൂൾ എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബ്രഷ് ടൂൾ എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തെങ്കിലും നരേഷൻ എല്ലാം കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിലെല്ലാം ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റായ ശ്രദ്ധ ഒരു ഭാഗത്തേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരണമെങ്കിൽ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനെല്ലാം സാധിക്കും. അതായത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്ക്രീൻ റെക്കോർഡേഴ്സ് എല്ലാം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അവൈലബിൾ ആയി ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡർ ഇതുപോലെ നല്ല ഫീച്ചേഴ്സ് എല്ലാം ഉള്ള നല്ല സ്ക്രീൻ റെക്കോർഡർ എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ട്യൂട്ടോറിയൽ എല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസിയായി എന്തിനെക്കുറിച്ചെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് വേണമെങ്കിൽ വോയിസ് കൊടുത്ത് അല്ലെങ്കിൽ വോയിസ് വേണ്ട എങ്കിൽ വോയിസ് മ്യൂട്ട് ചെയ്തെല്ലാം ഇത് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് എത്ര സെക്കൻഡ് എല്ലാം റെക്കോർഡ് ആയിട്ടുണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒന്നുകൂടി ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇത്തരത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കായി നമ്മൾ കൊടുത്തിരിക്കുന്ന പാത്തിലേക്ക് അതായത് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആകും. ഇങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ എല്ലാം യൂസ് ചെയ്ത് ട്യൂട്ടോറിയൽസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്